ക്രിക്കറ്റ് ബാറ്റും കയ്യിൽ പിടിച്ച് കലിപൂണ്ട് നിൽക്കുന്ന ഡ്രാക്കുള. കാറ്റിൽ പാറിപ്പറക്കുന്ന മുടികൾ ഒരു കൈ വെച്ച് മാടി ഒതുക്കിക്കൊണ്ട് മറ്റേ കൈയിലെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് ബാക്കിയുള്ളവരെയും തല്ലി നിലത്തിട്ടു. സിനിമയിൽ കാണുന്ന സ്റ്റണ്ട് നേരിട്ട് കണ്ടതിൻ്റെ ത്രില്ലിലായിരുന്നു ഞാൻ. ഡ്രാക്കു വീണ് കിടക്കുന്ന ഒരുത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഡാ, മാപ്പ് പറയടാ. പറയാൻ ക്ഷമിക്കണം. ഇനി തെറ്റായ കണ്ണിലൂടെ നോക്കില്ല, ഒരു തരത്തിലും ഉപദ്രവിക്കില്ല, മാപ്പ്, അയാൾ എങ്ങും തൊടാതെ പറഞ്ഞൊപ്പിച്ചു. പെങ്ങളെ എന്ന് വിളിച്ച് പറയടാ. ഡ്രാക്കുവിൻ്റെ അലർച്ച കേട്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൻ ശരിക്കും മാപ്പ് പറഞ്ഞ് ഓടിപ്പോയി. ചുറ്റും കൂടി നിന്നവരും അപ്പോഴേക്കും പോയി തുടങ്ങിയിരുന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് ഡ്രാക്കുവും ബില്ലു പേ ചെയ്യാൻ പോയി. ഞാനും പിറകെ പോയി. അവിടെ നിന്നിറങ്ങി നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറയുന്ന ഒന്നും കേട്ട മട്ടില്ല. അതെ സാറേ, എനിക്ക് പോകണം. ഡ്രസ്സ് എടുത്തല്ലോ, ഇനി സാർ അത് കൊടുക്കില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോകാം, എനിക്ക് വിശക്കുന്നുണ്ട്. ഒന്നുമില്ലേ, 2 തല്ല് കൊടുത്തിട്ട് വരുന്നതല്ലേ? ഒരു ആക്കിയ ചിരിയോടെ ഡ്രാക്കു പറഞ്ഞപ്പോൾ ഞാനൊരു പുച്ഛഭാവത്തോടെ തല ചിരിച്ചു. തനിക്ക് ഫുഡ് വേണ്ടേ? വേണ്ട. ഉറപ്പാണല്ലോ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് കഴിക്കണം. വാ. ഞാനെന്തിനാ വരുന്നേ? ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. സാറ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി. എൻ്റെ കൂടെ വന്നാൽ എൻ്റെ കൂടെ തന്നെ പോകണം. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. മുഖത്ത് കുറച്ച് കലിപ്പ് ലുക്ക് വരുത്തി ഡ്രാക്കു പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തില്ല. പറഞ്ഞത് സത്യമല്ലേ? ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ തിരിച്ചു കൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ടല്ലോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോട്ടലുകാരൻ വന്നപ്പോൾ ഡ്രാക്കു എന്തൊക്കെയോ ഓർഡർ ചെയ്തു. കൊണ്ടുവന്നപ്പോൾ ഒരാൾക്കുള്ളത് എൻ്റെ മുന്നിൽ വെച്ച് വേണോ എന്നൊരു വാക്ക് ചോദിക്കാതെ വെട്ടി വിഴങ്ങുന്നു. സെലിബ്രിറ്റിയാണ് പോലും സെലിബ്രിറ്റി. ആദ്യമായിട്ട് ഭക്ഷണം കാണുന്ന പോലെ കഴുപ്പ്. വായിൽ കപ്പലൊടിയിട്ട് വയ്യ. ഇനിയും വെയിറ്റ് ചെയ്താൽ വായിലെ വെള്ളം സുനാമിയായി പുറത്തു വരുമെന്ന അവസ്ഥയായി. മറ്റൊന്നും നോക്കാതെ ഡ്രാക്കുവിൻ്റെ പ്ലേറ്റ് എൻ്റെ അടുത്തോട്ട് നീക്കി വെച്ച് എൻ്റെ യുദ്ധം ഞാൻ തുടങ്ങി. ഇച്ചിരി പോലും ബാക്കി വെക്കാതെ മുഴുവനും തുടച്ചു നക്കി. നമുക്കിങ്ങനെയൊക്കെ സഹായിക്കാൻ അറിയൂ. എൻ്റെ കഴുപ്പ് കണ്ട് എന്തോ കളഞ്ഞുപോയ അണ്ണാനെ പോലെ കണ്ണും തള്ളി എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അവസാനമായിട്ട് കൊണ്ടുവച്ച വെള്ളം മുഴുവനും കുടിച്ച് ഡ്രാക്കുവിനെ നോക്കിയൊന്ന് വിളിച്ചു കാണിച്ചു. ഇനി എന്തെങ്കിലും വേണോ എന്ന സാറിൻ്റെ ചോദ്യത്തിന് വേണ്ട എന്ന് തലയാട്ടി. ഇതിനും മാത്രമുള്ള സ്ഥലം ഈ ശരീരത്തിലുണ്ടോ? കേട്ടിട്ടില്ലേ, വിശന്നാൽ നമ്മൾ നമ്മളല്ലാതാവും. പിന്നെ എവിടെയും നിന്നില്ല, നേരെ സ്നേഹതീരത്തിലേക്ക് പുറപ്പെട്ടു. അതിനിടയിലുള്ള സംസാരത്തിൽ തന്നെ ഡ്രാക്കു ആളൊരു പാവമാണെന്ന് മനസ്സിലായി. കാണുന്ന ജാട മാത്രമേ ഉള്ളൂ. ഡ്രസ്സൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഡ്രാക്കു അവിടെ നിന്നിറങ്ങി. പോകുന്നതിന് മുൻപ് എനിക്കും 2 കവർ തന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചു. വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കിയാൽ മതിയെന്നും പറഞ്ഞു. ഡ്രാക്കു പോയിട്ട് ഞാനും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് എന്നെ നോക്കി നിൽക്കുന്ന ആ 2 കണ്ണുകൾ ഞാൻ കണ്ടത്. ഇത്തിരി കുശുമ്പോടെയുള്ള ആ നോട്ടം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആ മനസ്സിൽ ഉറുമ്പിനോളം പോകുന്ന സ്ഥലമെങ്കിലും ഇപ്പോൾ എനിക്കുണ്ട്. അതുമതി എൻ്റെ പ്രണയം അവനിലേക്ക് പടർത്താൻ. ഒരു തീജ്വാലയെ പോലെ അതിനെ ആളിക്കത്തിക്കാൻ. അവനെ കാണിക്കാൻ വേണ്ടി ഞാൻ ധ്രുവൻ തന്ന കവറുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതും കൂടി കണ്ടപ്പോൾ ദേഷ്യത്തോടെ തിരിച്ചു നടന്നു. ഒരു പുഞ്ചിരിയോടെ ഞാനും. നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാനൊരു സ്ത്രീവിരോധിയൊന്നുമല്ല. ആർദ്രയുടെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കുന്നതും അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയവനാണ് ഞാൻ. ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമായിരുന്നു എനിക്കെന്നും കൂട്ട്. അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഒരു കൂട്ട് വേണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടുമില്ല. എങ്കിലും ഇടയ്ക്ക് എപ്പോഴോ ഒരിഷ്ടം ആർദ്രയോട് തോന്നിപ്പോയിരുന്നു. മറക്കാൻ ശ്രമിക്കുകയാണ്. അവളെപ്പോലൊരു പെണ്ണിനെയൊന്നും ഞാൻ അർഹിക്കുന്നില്ല. ഇന്നെന്തോ ധ്രുവൻ സാറിൻ്റെ കൂടെ അവൾ പോയപ്പോഴും സാറിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയപ്പോഴുമെല്ലാം മനസ്സിലൊരു വിങ്ങൽ. സാറിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടത് ആർദ്രയോടുള്ള പ്രണയമായിരുന്നു എന്നൊരു തോന്നൽ. ഇതേ സമയം അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ആ നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു ധ്രുവൻ. താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂടെ കുറച്ചു നേരം, ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യം. എടി, ധ്രുവൻ സാറിൻ്റെ കൂടെ പോയിട്ട് എന്തായി? ഒരു സെൽഫിയെങ്കിലും എടുത്തോ? ഞാനൊന്നും എടുത്തില്ല. എനിക്കറിയായിരുന്നു നീ പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന്. ആര് പറഞ്ഞു വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന്? ഒരു വലിയ സംഭവം തന്നെ നടന്നു. എന്ത് സംഭവം? പൃഥ്വിയുടെ
മാളിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ചെക്കൻ ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ധ്രുവൻ. നിനക്കിപ്പോൾ മനസ്സിലായല്ലേ? ധ്രുവൻ ഒരു നടൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യൻ കൂടിയാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ വലിയ സെലിബ്രിറ്റി ആയിട്ട് കൂടി നിനക്ക് വേണ്ടി തല്ലുണ്ടാക്കിയില്ലേ? ഐ നോ ഹീസ് എ ജെന്റിൽമാൻ. നിൽക്ക്, ഞാൻ ഡ്രാക്കു തന്ന കവറൊന്ന് തുറന്നു നോക്കട്ടെ. ഞാൻ പോയി അതൊക്കെ എടുത്തിട്ട് വന്നു. ഒരു കവറിൽ എനിക്കിഷ്ടപ്പെട്ട ഗ്രീൻ കളർ സ്ലീവ്ലെസ് ടോപ്പും ജീൻസുമാണ്. മറ്റേ കവറിൽ കുറേ ബിസ്ക്കറ്റും ചോക്ലേറ്റ്സുമാണ്. കണ്ടപ്പോൾ തന്നെ കൊതിയായി. ഇതൊക്കെ കണ്ട് ഋത്വി കണ്ണും തള്ളി നിൽപ്പാണ്. ഞാൻ അവനും പാക്കറ്റ് പൊളിച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് കടിച്ചിട്ട് ബാക്കി പകുതി കൊടുത്തു. ഇല്ലെങ്കിൽ അവൻ്റെ കൊതി കൂടിയിട്ട് വയറുവേദന വന്നാലോ? നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കണ്ടേ? എന്തിനടി ഇത്? നിന്റെ മറ്റവന് കൊണ്ടു കൊടുക്ക് ഒരു കഷ്ണം ബിസ്ക്കറ്റ്. നീ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന വരും, വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്തായാലും നിനക്ക് വയറുവേദന വരുപടി. വയറിളകി അവസാനം നീ തന്നെ ഈ ബിസ്ക്കറ്റ് തിന്നിട്ട് നിർത്തുപടി. ശാപം അടി ശാപം. ഞാനേ ബ്രാഹ്മണനാ, ബ്രാഹ്മണ ശാപം ഫലിക്കുമെന്നാ. അതും കൂടി കേട്ടപ്പോൾ പിന്നൊന്നും നോക്കിയില്ല. ഒരു കവറും കൂടി പൊളിച്ചിട്ട് 3-4 ബിസ്ക്കറ്റ് അവൻ്റെ വായിൽ കയറ്റിക്കൊടുത്തു. ബ്രാഹ്മണ ശാപം വാങ്ങിച്ചു കൂട്ടരുതല്ലോ. അതും തിന്നിട്ട് ചിരിച്ചോണ്ട് അവൻ പോയി. എന്നാലും ഈ ഡ്രാക്കു എങ്ങനെ എൻ്റെ ഫേവററ്റ് കളർ ഗ്രീനാണെന്ന് മനസ്സിലാക്കി? പോരാത്തത് എൻ്റെ ഫേവററ്റ് ബിസ്ക്കറ്റും വാങ്ങി തന്നേക്കുന്നു. ഇന്നത്തെ പോളിങ് കണ്ടിട്ട് ഞാനൊരു തീറ്റപ്രാണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് കാണൂ? ഇല്ലെന്നും മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. ആദിയുടെ കുശുമ്പുള്ള നോട്ടം തന്നെയായിരുന്നു മനസ്സിൽ.